പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 37-ാം തിരുവചനം. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇന്ന് വചനഭാഗം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ദൈവപരിപാലനയെക്കുറിച്ചും ദൈവകരുതലിനെ പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവപരിപാലന പഴയ നിയമത്തിൽ മുതൽ നമ്മൾ തുടങ്ങുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു. ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നത് മുതൽ ഏദൻ തോട്ടത്തിലേക്ക് അവരെ ആക്കിയപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് കാണുവാനായിട്ട് കഴിയും. രൂപരഹിതമായിരുന്ന ശൂന്യതയിൽ നിന്ന് ഭൂമിക്ക് രൂപം നൽകുകയും ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നത് മുതൽ ആദം ഒറ്റയ്ക്കാണ്, ഏകനാണ് എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തുണയായിട്ട് ഹവ്വായെ നൽകുകയാണ്. അതുമുതൽ അവിടെ നമുക്ക് ദൈവപരിപാലന കാണുവാനായിട്ട് കഴിയും. പാപം ചെയ്ത് തന്നിൽ നിന്ന് അവർ അകന്നു പോകുമ്പോഴും അവരെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരപ്പൻ്റെ വാത്സല്യത്തോടുകൂടെ തൻ്റെ മക്കളെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ നിയമത്തിൽ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിനെ പിതൃദേശത്ത് നിന്ന് അവൻ വിളിച്ച് വേർതിരിച്ച് കാനാൻ ദേശത്തേക്ക് അയക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ നരചൂടിയിട്ടും വന്ധ്യയായിരുന്ന സാറായ്ക്കും അബ്രഹാമിനും കൂടി 75-ാമത്തെ വയസ്സിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്ര സൗഭാഗ്യം 100-ാമത്തെ വയസ്സിൽ നൽകുമ്പോഴും നിന്റെ സന്തതികൾ മണൽത്തരികൾ പോലെ എണ്ണപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവൻ വിളിച്ച് വേർതിരിച്ചപ്പോഴും ഇതേ ദൈവപരിപാലനയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലും നാം കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിതൃദേശവും പിതൃസ്വത്തുക്കളും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഉപേക്ഷിച്ചുകൊണ്ടും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന അബ്രഹാമും സാറായും ദൈവത്തിൻ്റെ പരിപാലനയാണ് നയിക്കപ്പെടുക. തുടർന്നും ജീവിതങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഴയ നിയമത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വരുവാനിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും കാലഘട്ടത്തിൽ തൻ്റെ പിതൃജനതയെ അല്ലെങ്കിൽ പിതൃ സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഈ ദാരിദ്ര്യം പിടിപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കുവാനായിട്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ജോസഫിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ അടിമയായിട്ട് സഹോദരങ്ങളാൽ വിൽക്കപ്പെടുന്നതും നാം കാണുന്നുണ്ട്. ഈ വിൽക്കപ്പെട്ട ഈ ജോസഫ് ഈജിപ്ത് ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. തനിക്ക് ലഭിച്ച സ്വപ്നങ്ങളെല്ലാം സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവൻ അവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയും ഈജിപ്തിൻ്റെ അധിപനായിട്ട് അവൻ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. നീണ്ട 7 വർഷത്തെ ക്ഷാമത്തിൻ്റെ നടുവിൽ മുഴുകി നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കുന്ന തൻ്റെ സഹോദരന്മാരെ വെറുത്ത് കളയാതെ ചേർത്ത് നിർത്തുവാനാണ് അവൻ അവിടെയും താല്പര്യപ്പെടുക. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത് ഒരുക്കി അയച്ചതാണ് മോശയെ. മോശയുടെ ജീവിതവും അപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പല ആവർത്തിയും മോശ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും കൃപാവരവും സ്വീകരിച്ചുകൊണ്ട് ഈ ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പാപത്തിൽ മുഴുകി നിൽക്കുന്ന ഇസ്രായേൽ ജനതയെ നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഉടനീളം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അയച്ചുകൊണ്ട് ഇതേ ദൈവം തന്നെ പലപ്പോഴും തൻ്റെ മക്കളെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പരിപാലനയുടെ കരം നീട്ടുന്നുണ്ട്.
പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിത്തൂണായിട്ടും വിശന്നപ്പോൾ മന്നായും കാടപ്പക്ഷിയും ദാഹിച്ചപ്പോൾ വെള്ളവും നൽകി പാറയിൽ നിന്ന് വെള്ളവും നൽകിക്കൊണ്ട് അവരെ നയിച്ചവനാണ് ദൈവം. കരുതലിൻ്റെ കരങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അനന്തമായതിനാൽ തന്നെ തൻ്റെ മക്കളെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ഏകജാതനെ തന്നെ നൽകണമെന്ന് തിരിച്ചറിവോടുകൂടി ആ ദൈവം തമ്പുരാൻ തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്, കൊലക്കളത്തിലേക്ക് നയിക്കുകയാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുതമ്പുരാൻ ഈ ലോകത്തിലേക്ക് ജന്മമെടുക്കുമ്പോഴും താൻ ഏറ്റുകൊണ്ടിരിക്കുന്ന പീഡകള്, പീഡാസഹനങ്ങള്, വേദനയുടെ ജീവിതങ്ങള് തൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ബോധ്യം തൻ്റെ മക്കളെ അവൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. യേശുതമ്പുരാൻ തൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുകയും അവർക്ക് കരുതലും സംരക്ഷണവും നൽകുകയും ചെയ്യുന്നു. ഇവയെല്ലാം ഉടനീളം നമ്മൾ വചനത്തിലൂടെ കാണുന്നതാണ്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നതാണ്. ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെയും ആരോടും കണ്ണുനീരൊഴുക്കി പറയുവാനായിട്ട് സാധിക്കാതിരുന്ന സാഹചര്യങ്ങളിൽ പോലും അവളെയും അവൻ ചേർത്ത് നിർത്തുന്നത് ഇതേ കരുതലിന്റെ മനോഭാവത്തോടു കൂടെയാണ്. ഇതേ യേശുനാഥൻ തന്നെയാണ് ചുങ്കക്കാരനായ മത്തായിയെയും തൻ്റെ ശിഷ്യഗണത്തിനോട് ചേർത്ത് നിർത്തുന്നത്. ഇതേ യേശുനാഥൻ തന്നെയാണ് ചുങ്കക്കാരനായ സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ഇവനും ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇവനും പിതാവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നത്. താൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉപവിഷ്ടനാകുമ്പോഴും തൻ്റെ മക്കൾ അനാഥരായി തുടരരുത് എന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മനോഭാവത്തോടു കൂടെ സഹായകനെ അയച്ചു നൽകുകയും ചെയ്യുന്നതും ഇതേ ക്രിസ്തുനാഥൻ തന്നെയാണ്. വീണ്ടും തൻ്റെ മക്കളോട് ഒപ്പമാകുവാനായിട്ട് അപ്പമായി ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നതും പരിശുദ്ധ കുർബാനയായിട്ട് വസിക്കുന്നതും ഇതേ കരുതലിൻ്റെ മനോഭാവത്തോടുകൂടെ തന്നെയാണ്. ഇപ്രകാരമെല്ലാം ദൈവത്തിൻ്റെ കരുതലും പരിപാലനയും നമ്മുടെ ജീവിതം അനുഭവിച്ചു കടന്നു വരുമ്പോഴും, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചു കടന്നു വരുമ്പോഴും പലപ്പോഴും നാം പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നതും പാപത്തിലേക്ക് വീണു പോകുന്നതും കാണുന്നുണ്ട്. ഒരു വചനഭാഗം കൂടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനത്തില് പ്രകാരം ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് 6-ാമത്തെ അധ്യായത്തില് വിശദീകരിച്ചാണ് ഈശോ പറയുക. ഈ വചനഭാഗത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലും ക്രിസ്തു ജീവിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിലും ദൈവപരിപാലനയുടെ, ദൈവ കരുതലിൻ്റെ അനുഭവങ്ങളിലൂടെ അവൻ കടത്തിവിട്ടിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നാളെക്കുറിച്ച് ആകുലരാകരുത്. വസ്ത്രത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിന്റെ ശരീരം. സ്വർഗീയ പിതാവ് നമ്മളെ എത്രയോ അധികമായിട്ട് സംരക്ഷിക്കുന്നു, എത്രയോ അധികമായിട്ട് നമ്മെ കരുതുന്നു. ആ ഒരു കരുതലല്ലേ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തേക്കുന്നത്. ഈശോയുടെ ഒരു അനുഭവം കൂടെ, ഉപേക്ഷിച്ചിട്ട് കടന്നു വന്ന വലയും വള്ളവും വീണ്ടും എടുത്തുകൊണ്ട് കടലിലേക്ക് പോകുന്ന ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് അവശരായി നിൽക്കുന്നത് കാണുമ്പോൾ അവരെയും കാത്ത് കടലിൻ്റെ കരയിൽ തീയും കൂട്ടി അപ്പവും മീനും ഒരുക്കി ഭ്രാതൽ തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയെ നാം കാണുന്നുണ്ട്. തൻ്റെ ഉത്ഥാനശേഷം തൻ്റെ ശിഷ്യന്മാർ തന്നിൽ നിന്ന് ചിതറിക്കപ്പെട്ടു, അവരുടെ പഴയ ജീവിത രീതികളിലേക്ക് പോകുന്നു എന്നത് കാണുന്ന ഈ ശിഷ്യന്മാരുടെ കൂടെ അവരറിയാതെ അവരുടെ ഒപ്പം നടന്നുകൊണ്ട് അവരെ തിരികെ കൊണ്ടുവരുന്ന കർത്താവിനെയും നാം കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട ആദ്യത്തെ വചനഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് ഐക്യപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ
നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. നാം കണ്ടതും ഇത് തന്നെയാണ്. ദൈവം തമ്പുരാൻ തൻ്റെ മക്കളായ നാം ഓരോരുത്തരെയും വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരു തള്ളക്കോഴിയുടെ ചിറകുകൾക്കുള്ളിൽ ചേർത്ത് നിർത്തുന്നത് പോലെ പല ആവർത്തി അവൻ പരിശ്രമിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ അയച്ചുകൊണ്ടും ദൈവം തമ്പുരാൻ ഇത് തന്നെയാണ് ചെയ്യുക. അവസാനം ഏകജാതനെ ഈ ലോകത്തിലേക്ക് കൊലക്കളത്തിലേക്ക് നയിച്ചുകൊണ്ടും ദൈവം നമ്മെ രക്ഷിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്, നമ്മെ ഓരോരുത്തരെയും കരുതുകയാണ് ചെയ്യുക. ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നത് കരുതലിൻ്റെയും പരിപാലനയുടെയും വചനങ്ങളാണ്, വാഗ്ദാനമാണ്. നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ ആരും തന്നെ അവനിൽ നിന്ന് അകന്നു പോവുകയില്ല. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനും സംരക്ഷിക്കുവാനും തങ്ങളെ തന്നെ രൂപപ്പെടുത്തുന്നവരായിട്ട് മാറും. വചനം വായിക്കുവാനും ക്രിസ്തുവിൻ്റെ സംരക്ഷണം സ്വീകരിക്കുവാനും അനുദിനം ക്രിസ്തു സ്നേഹത്തിൽ നിലനിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നാം ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ.